സമയം അർദ്ധരാത്രി 12 കഴിഞ്ഞിരുന്നു. ലോകം ഉറക്കച്ചടവിലേക്ക് വഴുതി വീഴാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിൽ ഒരു ട്വീറ്റ് വന്നു. അതിങ്ങനെയായിരുന്നു: റെഡി ടു സ്ട്രൈക്ക്, ട്രെയിൻ ടു വിൻ. പകുതി മയങ്ങിയ ലോകരാജ്യങ്ങൾ ഈ ട്വീറ്റ് വായിച്ചു തീരും മുമ്പേ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ആദ്യ മിസൈൽ പതിച്ചു. ഭീകരരുടെ മടിയിൽ ചെന്ന് ആക്രമിച്ച ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ. ഇത് ഇന്ത്യൻ വനിതകളുടെ സിന്ദൂരം മായ്ച്ച ഭീകരർക്കുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ മറുപടി. പഹൽഗാമിലേറ്റ മുറിവിന് തിരിച്ചടി നൽകിയെന്ന വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഇന്ത്യൻ സേനയുടെ പെൺകരുത്തിന്റെ രണ്ട് മുഖങ്ങൾ: വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും. രാജ്യത്തെ നിരപരാധികളായ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച പാക് ഭീകരർക്ക് അതിന് കൂട്ടുനിന്ന പാകിസ്ഥാന് സർജിക്കൽ സ്ട്രൈക്കിന്റെ രീതിയും ആക്രമണ വീഡിയോയും പുറത്തുവിട്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായ ധീരവനിതകൾ നൽകുന്ന താക്കീത് പെൺകരുത്തിന്റേത് കൂടിയാണ്. പഹൽഗമിലേറ്റ ചേതനയെത്തിയ ഭർത്താക്കന്മാരുടെ മൃതദേഹത്തിനടുത്തിരുന്ന് തലയിൽ കൈവച്ച് വിലപിച്ച സ്ത്രീകളോട് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ച ഭീകരർ ഇന്ന് ആ കരുത്ത് അറിഞ്ഞു കഴിഞ്ഞു. കൃത്യമായ ആക്രമണ രീതി വിവരിച്ച രാജ്യത്തിന്റെ അഭിമാനമായ ഈ രണ്ട് പെൺ ശബ്ദങ്ങളിൽ പ്രതിഫലിച്ചത് രാജ്യത്തെ ഓരോ സ്ത്രീകളുടെയും ശബ്ദമാണ്. അത് കേൾക്കാൻ ലോകരാജ്യങ്ങൾ കാതോർത്തു. ശത്രുരാജ്യം ഭയപ്പെട്ടു. പൊതുജനത്തിന് അപകടമുണ്ടാക്കാതെ, പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാതെ ക്ലിനിക്കൽ കൃത്യതയോടെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ വീഡിയോ പുറത്തുവിട്ട രാജ്യത്തോട് ഇന്ത്യൻ കരുത്തിനെ കുറിച്ച് ഈ ധീര വനിതകൾ വിശദീകരിക്കുമ്പോൾ ഓരോ വനിതകൾക്കും അഭിമാനത്തോടെ ഉയർന്നു നിന്ന നിമിഷം. ഇതാണ് ഈ രാജ്യത്തെ പെൺകരുത്ത്.